ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീസ് PSC വേയിലേക്ക് സ്വാഗതം. അപ്പോൾ വരാൻ പോകുന്ന കമ്പനി കോഡ്, ബെർക്കോ, VFA എന്നിവയ്ക്കുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നൽകുന്നത്. നമ്മളിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന PYQ സെക്ഷനാണ്, മലയാളത്തിൻ്റെ PYQ സെക്ഷനാണ്. ഇപ്പോൾ 6-7 ക്ലാസ്സുകൾ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ആ പഴയ ക്ലാസ്സുകൾ കണ്ടുവരിക കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നെങ്കിൽ ഞാൻ ലാസ്റ്റ് പറയുന്ന കാര്യമാണ്, ഞാൻ ആദ്യം ഒന്നുകൂടെ പറയുകയാണ്. എന്താണ്, ലൈക്ക് ചെയ്യണം കേട്ടോ. ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ടേ പോകാവുള്ളൂ. ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് എത്തിക്കണം, എങ്കിലേ നമുക്ക് അടുത്ത ക്ലാസ്സുകൾ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാവുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെക്ഷനിലേക്ക് പോവാം. ഇന്ന് മലയാളം തന്നെയാണ്, PYQ നോക്കാം. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയട്ടെ. ഇവിടെ വെള്ളായിയപ്പൻ കേട്ടിട്ടുണ്ടാവുമല്ലോ, സ്ഥിരം ചോദ്യമാണ് അല്ലെ, PSCയിലെ സ്ഥിരം ചോദ്യമാണ്. വെള്ളായിയപ്പൻ ഏത് കഥയിലെ കഥാപാത്രമാണ്? വെള്ളായിയപ്പൻ എന്നത് ഏത് കഥയിലെ കഥാപാത്രങ്ങളും അല്ലെ, ഏത് നോവലിലെ കഥാപാത്രമാണെന്ന് ചോദിക്കാറുണ്ട്. ഞാനൊരു ക്യാരക്ടർ തന്നിട്ട്, അപ്പൊ ഇവിടെ ചോദിച്ചേക്കുന്നത് വെള്ളായിയപ്പൻ ഏത് കഥയിലെ കഥാപാത്രമാണ്? കടൽ തീരത്ത്. ഏതാണ്? കടൽ തീരത്ത്. ഈ കടൽ തീരത്ത് എന്ന ചെറുകഥ അത് എഴുതിയത് ആരാണെന്ന് അറിയാമോ? നമുക്കറിയാം, OV വിജയനാണ് അല്ലെ. കടൽ തീരത്ത് എഴുതിയത് ആരാണ്? OV വിജയനാണ്. അപ്പോൾ വെള്ളായിയപ്പൻ എന്നത് കടൽ തീരത്ത് എന്ന കഥയിലെ കഥാപാത്രമാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അങ്ങനെ നമുക്ക് അടുത്ത കുറച്ച് കൃതികളും അതിന്റെ രചയിതാക്കളും നോക്കാം. ഓക്കെ, എടാ നിർമാല്യം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ MT വാസുദേവൻ നായരുടെ ഒരു നോവലാണ് നിർമാല്യം എന്ന് പറയുന്നത്. ചെമ്മീനാണെങ്കിൽ തകഴി ശിവശങ്കര പിള്ളയുടെയാണ് ചെമ്മീൻ എന്ന് പറയുന്നത് അല്ലെ. കാഞ്ചന സീത CN ശ്രീകണ്ഠൻ നായരുടെയാണ്. കാഞ്ചന സീത CN ശ്രീകണ്ഠൻ നായരുടെയാണ്. അടുത്ത് നോക്കിയേ, ഭാസ്കര പട്ടേലിലും എൻ്റെ ജീവിതവും. ഭാസ്കര പട്ടേലിലും എൻ്റെ ജീവിതവും ആരുടെയാണ്? സക്കറിയയുടെയാണ്. സക്കറിയ. ദെൻ പഞ്ചകന്യകകൾ NS മാധവനാണ്. പഞ്ചകന്യകകൾ NS മാധവൻ. സാക്ഷ്യങ്ങൾ ആരുടെയാണ് നോക്കിയേ? K സച്ചിദാനന്ദന്റെയാണ്. സാക്ഷ്യങ്ങൾ K സച്ചിദാനന്ദൻ. സലാം അമേരിക്ക പോൾ സക്കറിയ. സലാം അമേരിക്ക ആരുടെയാണ്? പോൾ സക്കറിയ. ദെൻ മാമ ആഫ്രിക്ക TD രാമകൃഷ്ണന്റെയാണ്. മാമ ആഫ്രിക്ക എന്ന കൃതി ആരുടെയാണ്? TD രാമകൃഷ്ണന്റെയാണ്. ദെൻ ചിന്നമുണ്ടി അംബികാസുധൻ മങ്ങാട്. അറിയാലോ, അംബികാസുധൻ മങ്ങാട്. അദ്ദേഹത്തിന്റെ എൻമകജെ മറക്കാൻ പറ്റത്തില്ല അല്ലെ. എൻഡോസൾഫാൻ ദുരിതബാധിതരെ അവരെ കുറിച്ച് എഴുതിയൊരു കഥയാണ് ഏത്? എൻമകജെ എന്ന് പറയുന്ന നോവൽ അല്ലെ. അത് അംബികാസുധൻ മങ്ങാടിന്റെയാണ്. അപ്പൊ ഈ ചിന്നമുണ്ടി എന്ന് പറയുന്നത് അംബികാസുധൻ മങ്ങാടിന്റെയാണ്. ഒന്നുകൂടെ, നിർമാല്യം അത് നമുക്ക് ഡൗട്ട് വരത്തില്ല, MTD ആണെന്ന് നമുക്ക് അറിയാം. ചെമ്മീനും അങ്ങനെ ഡൗട്ട് വരാൻ കാര്യമില്ല, തകഴിയുടെ ആണെന്ന് അറിയാം അല്ലെ. ഈ കാഞ്ചന സീത ഒന്ന് ശ്രദ്ധിക്കണം, CN ശ്രീകണ്ഠൻ നായരുടെയാണ്. കാഞ്ചന സീത CN ശ്രീകണ്ഠൻ നായരുടെയാണ്. ദെൻ ഭാസ്കര പട്ടേലിലും എൻ്റെ ജീവിതവും സക്കറിയ എന്ന ആളുടെയാണ്. സക്കറിയാണ് ഭാസ്കര പട്ടേലിലും എൻ്റെ ജീവിതവും. ദെൻ പഞ്ചകന്യകൾ NS മാധവനാണ്. സാക്ഷ്യങ്ങൾ K സച്ചിദാനന്ദൻ. സലാം അമേരിക്ക പോൾ സക്കറിയ. മാമ ആഫ്രിക്ക TD രാമകൃഷ്ണൻ. ചിന്നമുണ്ടി അംബികാസുധൻ മങ്ങാട്. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, കാക്കനാടൻ ആരുടെ തൂലികാനാമമാണ്? കാക്കനാടൻ ആരുടെ തൂലികാനാമമാണ്? അപ്പൊ തൂലികാനാമങ്ങൾ ചോദിക്കാൻ പതിവാണ് അല്ലെ. ഇവിടെ കാക്കനാടനാണ് ചോദിച്ചേക്കുന്നത്. കാക്കനാടൻ എന്ന് ആരുടെ തൂലികാനാമമാണ്? അത് ജോർജ് വർഗീസിന്റെയാണ് അല്ലെ. ജോർജ് വർഗീസിന്റെ തൂലികാനാമമാണ്. ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. കാക്കനാടൻ എന്ന് പറയുന്നത് ജോർജ് വർഗീസിന്റെ തൂലികാനാമമാണ്. ജോർജ് വർഗീസ്. കുറച്ച് തൂലികാനാമങ്ങളും ആൾക്കാരെ നമുക്ക് നോക്കാം. എടാ, പ്രേംജി എന്ന തൂലികാനാമം ആരുടെയാടാ? MP ഭട്ടതിരിപ്പാട്. പ്രേംജി MP ഭട്ടതിരിപ്പാട്. ഓംചേരി N നാരായണ പിള്ള. ഓംചേരി N നാരായണ പിള്ളയുടെ തൂലികാനാമമാണ് ഓംചേരി. ഇനി കാനം എന്ന തൂലികാനാമം ആരുടെയാണ്? EJ ഫിലിപ്പിന്റെയാണ്. കാനം ആരുടെയാണ്? EJ ഫിലിപ്പ്. കട്ടക്കയം എന്ന തൂലികാനാമം ചെറിയാൻ മാപ്പിളയുടെയാണ് അല്ലെ. കട്ടക്കയം ചെറിയാൻ മാപ്പിള എന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ അതിന് കിട്ടുമല്ലോ നമുക്ക്. കട്ടക്കയം ചെറിയാൻ മാപ്പിളയുടെ തൂലികാനാമമാണ്. ദെൻ ബോധേശ്വരൻ കേശവ പിള്ളയുടെ തൂലികാനാമമാണ് കേട്ടോ. ബോധേശ്വരൻ ആരാണ്? കേശവ പിള്ള. അയ്യനേത് ആരുടെയാണ്? പത്രോസ് AP. അയ്യനേത്ത് ആരുടെയാണ്? പത്രോസ് APയുടെയാണ്. അയ്യനേത്ത് പത്രോസ് AP. ഒന്നുകൂടെ നോക്കിക്കേ, കാക്കനാടൻ ജോർജ് വർഗീസ്. പ്രേംജി MP ഭട്ടതിരിപ്പാട്. ഓംചേരി N നാരായണ പിള്ള. കാനം EJ ഫിലിപ്പ്. കട്ടക്കയം ചെറിയാൻ മാപ്പിള.
ബോധേശ്വരൻ കേശവപിള്ള, അയ്യനേത്ത് പത്രോസ് AP. ക്ലിയർ ആണല്ലോ? പഠിച്ചു വെക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ, ആത്മകഥ, അതായത് ജോർജ് ഓണക്കൂർ. എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ? പല പ്രാവശ്യം PSC ചോദിച്ചിട്ടുണ്ട്. ജോർജ് ഓണക്കൂറിന്റെ ആത്മകഥയുടെ പേര് എന്താണ്? ഹൃദയരാഗങ്ങൾ. ജോർജ് ഓണക്കൂറിന്റെ ആത്മകഥ ഏതാണ്? ഹൃദയരാഗങ്ങൾ. ഓക്കെ അല്ലേ? അതിനായി കുറച്ച് ആത്മകഥകൾ നോക്കാം നമുക്ക്. ഇവിടെ നഷ്ടജാതകം എന്ന ആത്മകഥ ആരുടെയാണ്? നഷ്ടജാതകം പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ ആത്മകഥയാണ് നഷ്ടജാതകം എന്ന് പറയുന്നത്. നഷ്ടജാതകം പുനത്തിൽ കുഞ്ഞബ്ദുള്ള. മറക്കരുത്, നഷ്ടജാതകം ആരുടെയാണ്? പുനത്തിൽ കുഞ്ഞബ്ദുള്ള. ദെൻ തനിച്ചിരിക്കുമ്പോൾ ഓർമ്മിക്കുന്നത് ആരുടെയാണ്? ആരുടെ ആത്മകഥയാ? KP അപ്പൻ. തനിച്ചിരിക്കുമ്പോൾ ഓർമ്മിക്കുന്നത് ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചാൽ അത് KP അപ്പന്റെ ആത്മകഥയാണ്. ദെൻ പരൽമീൻ നീന്തുന്ന പാടം, ഇമ്പോർട്ടന്റ് ആണ്. പരൽമീൻ നീന്തുന്ന പാടം ആരുടെയാണ്? CV ബാലകൃഷ്ണന്റെ ആണ് കേട്ടോ. പരൽമീൻ നീന്തുന്ന പാടം CV ബാലകൃഷ്ണനാണ്. ആത്മകഥയ്ക്ക് ഒരാമുഖം, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ആത്മകഥയ്ക്ക് ഒരാമുഖം ആരാണ്ടാ? ലളിതാംബിക അന്തർജനം അല്ലെ? ലളിതാംബിക അന്തർജനത്തിന്റെ ആത്മകഥയുടെ പേരാണ് ആത്മകഥയ്ക്ക് ഒരാമുഖം. ഓക്കെ, കിട്ടിയോ? അപ്പോ ഹൃദയരാഗങ്ങൾ എന്ന് പറയുന്നത് ജോർജ് ഓണക്കൂർ. നഷ്ടജാതകം ആരുടെയാണ്? പുനത്തിൽ കുഞ്ഞബ്ദുള്ള. തനിച്ചിരിക്കുമ്പോൾ ഓർമ്മിക്കുന്നത് KP അപ്പൻ. പരൽമീൻ നീന്തുന്ന പാടം CV ബാലകൃഷ്ണൻ. ആത്മകഥയ്ക്ക് ഒരാമുഖം ലളിതാംബിക അന്തർജനം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, കണ്ണുനീർ എന്ന അർത്ഥം വരുന്ന പദം തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് എഴുതണം. കണ്ണുനീർ എന്ന അർത്ഥം വരുന്നതിനകത്ത് ഏത് പദമാണ്? കണ്ണുനീർ എന്ന അർത്ഥം വരണം. ലോഭം ആണോ? ലോഭം എന്ന് പറഞ്ഞാൽ കണ്ണുനീരാണോ? ഒരിക്കലും അല്ല. അപ്പൊ ഇത് വരുന്നില്ല. ലോചനം, ലോചനം നമ്മൾ കണ്ണിനാ പറയുന്നത്. ലോചനം, അക്ഷി, മിഴി എന്നൊക്കെ പറയുന്നത് എന്താ? കണ്ണാണ് അല്ലെ? അപ്പൊ കണ്ണുനീരാണ് ഇവിടെ ചോദ്യം. അപ്പൊ ഇതും വരുന്നില്ല. ദെൻ അക്ഷി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കണ്ണാണ്. അപ്പൊ അതും വരുന്നില്ല. പിന്നെ ഏതാണ് ആൻസർ വരുന്നത്? ലോചം അല്ലെ? കണ്ണുനീർ എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? ലോചമാണ്. ലോചം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ താവകം കേട്ടിട്ടുണ്ടാവും. താവകം, താവകം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അങ്ങയുടെ, നിന്റെ എന്നൊക്കെ അർത്ഥം വരുന്നതാണ് താവകം. എന്താണ്? അങ്ങയുടെ, നിന്റെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ താവകം എന്നാ പറയുന്നത്. താവകം എന്ന് വെച്ചാൽ അങ്ങയുടെ അല്ലെങ്കിൽ നിന്റെ എന്നൊക്കെ. ഇനി ചാരു, ചാരു എന്താണ്? ഭംഗി അല്ലെ? സുന്ദരമായ, ഭംഗിയുള്ള, അതാണ് ചാരുവിന്റെ അർത്ഥം. ദെൻ പടുതി, പടുതി എന്ന് വെച്ചാൽ എന്താണ്? കേട്ടിട്ടില്ലേ നിങ്ങൾ? പണ്ടത്തെ ആൾക്കാരൊക്കെ പടുതി എന്ന് പറയും അല്ലെ? എന്താ പടുതി എന്ന് പറഞ്ഞാല്? കിടപ്പ്, അല്ലെങ്കിൽ അവരുടെ അവസ്ഥ കണ്ടോ, അവരുടെ പടുതി കണ്ടോ എന്നൊക്കെ ചോദിക്കത്തില്ലേ? എന്താണ് അവരുടെ അവസ്ഥ കണ്ടോന്നാ? അവസ്ഥ എന്നും അർത്ഥമുണ്ട്. അപ്പൊ കിടപ്പ്, അവസ്ഥ എന്നൊക്കെയുള്ള അർത്ഥമാണ് പടുതിക്ക്. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നുകൂടെ, താവകം അങ്ങയുടെ, നിന്റെ, ചാരു സുന്ദരമായ, പടുതി എന്ന് വെച്ചാല് കിടപ്പ്, അവസ്ഥ. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന വാക്യത്തിൽ തെറ്റായ ഭാഗം ഏതാണ്? തന്നിരിക്കുന്ന വാക്യത്തിൽ ഒരു വാക്യം പല ഓപ്ഷൻ ഇട്ട് തന്നിട്ടുണ്ട്. അതിനകത്ത് ഏതാണ് തെറ്റായ വാക്യം നമ്മൾ കണ്ടുപിടിക്കണം. ഒന്നാമത്തെ ഓപ്ഷൻ, എല്ലാ മാസം തോറും നിശ്ചിത തുക. മൂന്നാമത്തെ ഓപ്ഷൻ, ബാങ്കിൽ നിക്ഷേപിക്കാൻ അയാൾ ശ്രദ്ധിച്ചു. ഇങ്ങനെ 4 ഓപ്ഷനാണ് തന്നിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് തെറ്റായ ഭാഗമാണ്. തെറ്റായ ഭാഗം ഏതാ? ഒന്നുകൂടെ ഓപ്ഷൻ ഞാൻ വായിക്കാം. എല്ലാ മാസം തോറും നിശ്ചിത തുക ബാങ്കിൽ നിക്ഷേപിക്കാൻ അയാൾ ശ്രദ്ധിച്ചു. ഏതാണ്? ഇവിടെ തെറ്റായിട്ട് വരെ നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലെ? എല്ലാ മാസം തോറും അങ്ങനെ പറയുമോ? എല്ലാ മാസം തോറും എന്ന് പറയണ്ട അല്ലെ? മാസം തോറും നിശ്ചിത തുക ബാങ്കിൽ നിക്ഷേപിക്കാൻ അയാൾ ശ്രദ്ധിച്ചു. മനസ്സിലായോ? അങ്ങനെ പറയാം അല്ലെ? എല്ലാം എന്ന് വേണ്ട, മാസം തോറും ഒരു നിശ്ചിത തുക ബാങ്കിൽ നിക്ഷേപിക്കാൻ അയാൾ ശ്രദ്ധിച്ചു. ഓക്കെ അല്ലേ? മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ ആദ്യം മുതൽ ഒന്നുകൂടെ നോക്കാം. വെള്ളായിയപ്പൻ എന്നത് ഏത് കഥയിലെ കഥാപാത്രമാണെന്ന് ചോദിച്ചാൽ നമ്മുടെ OV വിജയന്റെ ചെറുകഥയായ കടൽ തീരത്ത് എന്ന ചെറുകഥയിലെ കഥാപാത്രമാണ് വെള്ളായിയപ്പൻ. ദെൻ നിർമാല്യം FD വാസുദേവൻ നായരുടെയാണ്. ചെമ്മീൻ തകഴി ശിവശങ്കരപിള്ളയുടെയാണ്. കാഞ്ചന സീത CN ശ്രീകണ്ഠൻ നായരുടെയാണ്. ഭാസ്കര പട്ടേലിലും എന്റെ ജീവിതവും സക്കറിയയുടെയാണ്.
പഞ്ചകന്യകകൾ NS മാധവനാണ്. സാക്ഷ്യങ്ങൾ K സച്ചിദാനന്ദൻ. സലാം അമേരിക്ക പോൾ സക്കറിയ. മാമ ആഫ്രിക്ക TD രാമകൃഷ്ണൻ. ചിന്നമുണ്ടി അംബികാസുധൻ മങ്ങാട്. അടുത്തത് കാക്കനാടൻ ആരുടെ തൂലികാനാമമാണ്? പഠിച്ചില്ലേ? ജോർജ് വർഗീസിന്റെ തൂലികാനാമമാണ് കാക്കനാടൻ. നമ്മൾ കുറച്ച് തൂലികാനാമങ്ങൾ പഠിച്ചു അല്ലേ? പ്രേംജി FB ഭട്ടതിരിപ്പാടിന്റെയാണ്. ഓംശേരി N നാരായണപിള്ളയുടെയാണ്. കാനം EJ ഫിലിപ്പിന്റെയാണ്. കട്ടക്കയം ചെറിയൻ മാപ്പിള. ബോധേശ്വരൻ കേശവപിള്ള. അയ്യനേത്ത് പത്രോസ് AP. പിന്നെ നമ്മള് ആത്മകഥ നോക്കി അല്ലെ? ജോർജ് ഓണക്കൂറിന്റെ ആത്മകഥ ഏതാണെന്ന് പഠിച്ചു? ഹൃദയരാഗങ്ങളാണ് അല്ലെ? ഹൃദയരാഗങ്ങൾ ജോർജ് ഓണക്കൂറിന്റെ ആത്മകഥയാണെന്ന് പറഞ്ഞു. കഷ്ടജാതകം പുനത്തിൽ കുഞ്ഞബ്ദുള്ളയാണ്. തനിച്ചിരിക്കുമ്പോൾ ഓർമ്മിക്കുന്നത് KP അപ്പന്റെയാണ്. പരന്മയിൽ നീങ്ങുന്ന പാഠം CV ബാലകൃഷ്ണന്റെ ആണെന്ന് പറഞ്ഞു. ആത്മകഥയ്ക്ക് ഒരു ആമുഖ ആരുടെയാണ്? ലളിതാംബിക അന്തർജനത്തിന്റെയാണ്. ഓക്കെ. കണ്ണുനീർ എന്നർത്ഥം വരുന്ന പദത്തിനകത്ത് നമ്മൾ പറഞ്ഞു ലോചമാണ് അല്ലെ? ലോചമാണ് കണ്ണുനീര്. താവകം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ നിന്റെ. ചാരു സുന്ദരമായ. പടുതി എന്ന് വെച്ചാൽ കിടപ്പ് അവസ്ഥ എന്നുള്ള അർത്ഥമാണ്. പിന്നെ നമ്മൾ തന്നിരിക്കുന്ന വാക്യത്തിൽ തെറ്റായ ഭാഗം തിരഞ്ഞെടുത്തു. എല്ലാ മാസം തോറും എന്ന് പറയില്ല, മാസം തോറും നിശ്ചിത തുക വാങ്ങി നിക്ഷേപിക്കാൻ അയാൾ ശ്രദ്ധിച്ചു. ഓക്കെ, ഇത്രയുമാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. കുറേശ്ശെ എടുക്കുന്ന നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഒത്തിരി ആയാലും നിങ്ങൾക്കത് പാടായിരിക്കും. അപ്പോൾ കുറേശ്ശെ നമുക്ക് പഠിച്ചു പോവാം. ഓക്കെ, PYQന് പരീക്ഷയിലൊക്കെ എന്തോരം പ്രാധാന്യം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അല്ലേ? അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഒത്തിരി പരീക്ഷകൾ നിങ്ങളുടെ മുന്നിലേക്ക് ഒത്തിരി പരീക്ഷകൾ വരുന്നുണ്ട് അല്ലേ? 2026 തന്നെ ഒത്തിരി പരീക്ഷകൾ വരുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ ആയിട്ട് നമുക്ക് ഈ വർഷം തന്നെ ഒരു ജോലി എന്നൊരു ലക്ഷ്യം സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും പരമാവധി പരിശ്രമിക്കുക. അപ്പോൾ ക്ലാസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.